നമുക്കിന്നൊരു അടിപൊളി ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കിയാലോ. ദം ചെയ്യാനുള്ള പാത്രത്തിലോട്ട് 4 സബോള, 4 തക്കാളി, കുറച്ച് മല്ലിയില, കുറച്ച് പുതിന, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 10 ചെറിയുള്ളി ചതച്ചെടുത്തത്, 10 പച്ചമുളക് ചതച്ചെടുത്തത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ ബിരിയാണി മസാല, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം സ്മാഷറോ കയ്യോ ഉപയോഗിച്ച് മസാലയിൽ നിന്നും നീര് ഇറങ്ങുന്നതുവരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അരക്കപ്പ് തൈരും 1 മുറി ചെറുനാരങ്ങയും പിഴിഞ്ഞതിന് ശേഷം ചിക്കൻ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഗീ റൈസ് ഉണ്ടാക്കാനുള്ള പാത്രത്തിലോട്ട് സബോള ഫ്രൈ ചെയ്ത ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം 4 പച്ചമുളക്, ഓൾ സ്പൈസസ്, ഒരു ചെറിയ സബോള, കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചതിന് ശേഷം 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ശേഷം ആവശ്യത്തിന് ഉപ്പും 1 മുറി ചെറുനാരങ്ങയും പിഴിഞ്ഞ് കഴുകി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുത്താൽ നമ്മുടെ ഗീ റൈസ് ഏകദേശം 1/4 വേവായിട്ടുണ്ടാവും. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം. നമ്മളിപ്പോൾ ചിക്കൻ പച്ചക്കാണ് കേട്ടോ ദം ചെയ്യാൻ പോകുന്നത്. അതിന്റെ മുകളിലോട്ട് നമ്മുടെ ഗീ റൈസിന്റെ പകുതി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം ഫ്രൈ ചെയ്ത സബോള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഗീ റൈസ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നെയ്യ് ഒഴിച്ച് ഗാർണിഷിംഗ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണം. ശേഷം മൂടി വെച്ച് ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നീടുള്ള 40 മിനിറ്റ് ലോ ഫ്ലെയിമിലും ദം ചെയ്തെടുക്കണം. ഏകദേശം 3/4 മണിക്കൂർ ദം ചെയ്തെടുത്താൽ നമ്മുടെ ചിക്കൻ ദം ബിരിയാണി റെഡി. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്.